തോ ബഷ്ലോം ലെഹെർഗോ ദത്രേസാർ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സുറിയാനി അക്ഷരമാലയിലെ അവസാനത്തെ 4 അക്ഷരങ്ങളും അത് ഉപയോഗിച്ച് എഴുതുന്ന ഏതാനും വാക്കുകളുമാണ് നാം പഠിക്കുന്നത്. ഈ അക്ഷരം കോഫ്. ഈ പേരിൽ ഒരക്ഷരം മുൻപ് നാം പഠിച്ചു. ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ഇംഗ്ലീഷ് അക്ഷരമായ കെയുടേതുപോലെയാണ്. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്ന അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമായ ക്യൂവിൻ്റേതുപോലെയാണ്. ഈ അക്ഷരത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ സംഖ്യ 100 ആണ്. ഇങ്ങനെയാണ് ഈ അക്ഷരം എഴുതുന്നത്. ഈ അക്ഷരത്തിൻ്റെ മുകളിലെ വര താഴോട്ട് വളഞ്ഞ് താഴത്തെ വരയിൽ മുട്ടിയിരിക്കുന്നു. നാം നേരത്തെ പഠിച്ച കോഫ് എന്ന അക്ഷരത്തിൻ്റെ മുകളിലെ വര താഴോട്ട് വളഞ്ഞ് താഴത്തെ വരയിൽ മുട്ടുന്നില്ല. ഇതാണ് ഈ 2 അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ അക്ഷരം വാവ് ആയിട്ടും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. വാവ് എന്ന അക്ഷരം വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ. ഇവിടെ കോഫ് എന്ന അക്ഷരത്തിൻ്റെ വാവിൻ്റെ രൂപത്തിന് ശേഷം ഇടതുവശത്തേക്കാണ് വര പോകുന്നത്. അപ്പോൾ ഇടതുവശത്തേക്ക് വരയുണ്ടെങ്കിൽ അത് ഒരിക്കലും വാവ് ആയിട്ട് വായിക്കാൻ പാടില്ല, കോഫ് ആയിട്ട് തന്നെ വായിക്കണം. ഇത് എഴുതുന്ന രീതി ഇപ്രകാരമാണ്. ഡോട്ടിൽ ആരംഭിച്ച് ആരോയുടെ ഡിറക്ഷൻ, പോകുന്ന ദിശ ശ്രദ്ധിക്കുക. റീഷ്. ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം റ്. ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 200. ദോലാദ് എന്ന അക്ഷരവുമായി ഈ അക്ഷരത്തിന് സാമ്യമുണ്ട്. ഒരേ ഒരു വ്യത്യാസം മാത്രം. ശ്രദ്ധിക്കുക, ദോലാദിൻ്റെ കുത്ത് അക്ഷരത്തിന് അടിയിലായിരുന്നെങ്കിൽ റീഷ് എന്ന അക്ഷരത്തിൻ്റെ കുത്ത് മുകളിലാണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. ദോലാദ് എഴുതുന്നത് പോലെ തന്നെയാണ് റീഷും എഴുതുന്നത്, കുത്ത് മുകളിലാണെന്ന് മാത്രം. വീണ്ടും ദോലാദിനെ പോലെ തന്നെ വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുമ്പോൾ റീഷിൻ്റെ രൂപവും മാറുന്നു. വ്യത്യാസം മുൻപ് സൂചിപ്പിച്ചതുപോലെ ദോലാദിൻ്റെ കുത്ത് അക്ഷരത്തിൻ്റെ ചുവട്ടിലും റീഷിൻ്റെ കുത്ത് മുകളിലാണെന്നും മാത്രം. അടുത്ത അക്ഷരത്തിൻ്റെ പേരാണ് ഷീൻ. ഇതിൻ്റെ ഉച്ചാരണം ഷ് എന്നാണ്. ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 300. 2 സൈഡിലേക്കും വരയുണ്ട്. നടുഭാഗം ആമ പോലെ പൊങ്ങിയിരിയാണ് ഇരിക്കുന്നത്. എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. ഇതിൻ്റെ മധ്യഭാഗം കറുപ്പിക്കണം. എന്നിട്ട് 2 സൈഡിലേക്കും ഒരു മീശ പോലെ ആണ് ഇത് എഴുതുന്നത്. ഇങ്ങനെയാണ് ഷീൻ എന്ന അക്ഷരം എഴുതുന്നത്. ഇനിയും സുറിയാനി അക്ഷരമാലയിലെ ഏറ്റവും അവസാനത്തെ അക്ഷരം താവ്. സുറിയാനി ബൈബിളിൽ പറയുന്നത്, യേശുതമ്പുരാൻ പറയുന്നത്, ഞാൻ ആദിയും അന്തവുമാകുന്നു, ഞാൻ ഓലാഫും താവുമാകുന്നു എന്നാണ്. അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഓലാഫും അവസാനത്തെ അക്ഷരം താവുമാണ്. താവ് എന്ന അക്ഷരത്തിൻ്റെ പ്രത്യേകത, ഇതിന് മൃദുവായിട്ടും കഠിനമായിട്ടും ഇത് ഉച്ചരിക്കാം. ഇത് കഠിനമായിട്ട് ഉച്ചരിക്കുമ്പോൾ ത എന്നും മൃദുവായി ഉച്ചരിക്കുമ്പോൾ സ് എന്നും ഉച്ചരിക്കുന്നു.
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ മധ്യപൂർവ്വദേശത്തു നിന്ന് വരുന്ന പിതാക്കന്മാർ, പ്രത്യേകിച്ചും ലെബനോനിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ വരുന്ന പിതാക്കന്മാരും ഈ സുറിയാനി മാതൃഭാഷയായിട്ടുള്ള ആളുകളുമെല്ലാം ഇപ്പോൾ ത എന്ന് മാത്രമാണ് അവർ ഉച്ചരിക്കുന്നത്, സ് എന്ന് ഉച്ചരിക്കുന്നില്ല. ഈ സ് എന്ന മൃദുവും കഠിനവുമായിട്ടുള്ള ഉച്ചാരണങ്ങൾ കൂടുതലും ഈസ്റ്റ് സിറിയക്കിൻ്റെ പൗരസ്ത്യ സുറിയാനിയുടെ സ്വാധീനം കൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പരമ്പരാഗതമായി സ് എന്ന് ഉച്ചരിക്കുന്ന വാക്കുകൾ ഇപ്പോഴും സ് എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് വരുന്നവരെ നമ്മളെ പലപ്പോഴും തിരുത്താറുണ്ട്, ത് എന്ന് തന്നെ ഉച്ചരിക്കണം എന്ന്. വെസ്റ്റ് സിറിയക്കിൽ മിക്കവാറും അത് ത് എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 400 ആണ്. ഇതാണ് താവ് എന്ന് പറയുന്ന അക്ഷരം. നല്ല ഉയരമുള്ള അക്ഷരമാണ് താവ്. ഈ അക്ഷരം എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് താഴോട്ടാണ് ഇത് എഴുതുന്നത്. തേത്ത് എന്ന അക്ഷരവുമായിട്ട് ഇതിന് സാമ്യമുണ്ട്. അതും വലതുവശത്തെ അക്ഷരവുമായി യോജിപ്പിച്ചെഴുതുമ്പോൾ ഒരു വര ചേർത്ത് രൂപം മാറുന്നതുപോലെ താവിൻ്റെയും വലതുവശത്തെ അക്ഷരവുമായി യോജിച്ച് എഴുതുമ്പോൾ രൂപം മാറുന്നുണ്ട്. ഇതാണ് വലതുവശത്തെ അക്ഷരവുമായി യോജിപ്പിച്ച താവിൻ്റെ രൂപം. ഇനിയും ഈ അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ബോർഡിൽ കാണാം. അവസാനത്തെ 4 അക്ഷരങ്ങളായ കോഫ്, റീസ്, ഷീൻ, താവ് എന്നീ അക്ഷരങ്ങൾ എഴുതുന്നത് നമുക്ക് പരിശീലിക്കാം. വാവ് പോലെയാണ് പിന്നീട് ഇടതുവശത്തേക്ക് വരാം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇനിയും അടുത്ത അക്ഷരം ദോലാദ്, റീഷ് പോലെ തന്നെയാണ്. അടുത്ത അക്ഷരം റീഷ് ദോലാദ് പോലെ തന്നെയാണ്, കുത്ത് മുകളിലാണെന്ന് മാത്രം. ഇതാണ് ദോലാദുമായുള്ള വ്യത്യാസം. ഇങ്ങനെ ഇതിന് ശേഷം ഉൾഭാഗം കറുപ്പിക്കണം. ഇനിയും വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന റീഷ് ദോലാദ് പോലെ തന്നെയാണ്, മുകളിൽ കുത്ത്. വളരെ ചെറിയ ഒരക്ഷരമാണ് അത്. ഇനിയും ഷീൻ എന്ന അക്ഷരം, ഇതിൻ്റെയും ഉൾഭാഗം കറുപ്പിക്കണം. മുകളിലൂടെ ഒരു വര ഇങ്ങനെ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈയെടുക്കണം. ആദ്യം ഇങ്ങനെ വരച്ച് കൈയെടുക്കുന്നു, രണ്ടാമത് ഇങ്ങനെ വരയ്ക്കും. ഈ മധ്യഭാഗം കറുപ്പിക്കണം. ഇങ്ങനെയാണ് ഷീൻ എഴുതുന്നത്. ഒരിക്കൽ കൂടി മധ്യഭാഗം കറുപ്പിക്കുന്നു. ഇനിയും താവ് എന്ന അക്ഷരത്തിന് 2 രൂപമുണ്ട്. തനിച്ച് നിൽക്കുമ്പോഴും മറ്റ് അക്ഷരങ്ങളുമായി ആദ്യം വരുമ്പോഴും ഇടയ്ക്ക് വരുമ്പോഴുമുള്ള രൂപം. വലതുവശത്തെ അക്ഷരവുമായി ചേർത്തെഴുതുന്ന രൂപമാണ് ഇത്. മുകളിൽ നിന്നൊരു വര, കൈയെടുക്കാതെ ഇങ്ങോട്ട്. ഇനിയും ചേർത്തെഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതി മുകളിൽ നിന്ന് താഴോട്ടൊരു വര. തേത്തും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ വലത്തുവശത്തെ അക്ഷരവുമായി ചേർത്തെഴുതുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കോഫ്, റീഷ്, വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച റീഷ്, ഷീൻ, താവ്, വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച താവ്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ നമുക്ക് കാണാം. ഇത് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വാക്കാണ് കൗമോ. കോഫ്, അതിന് ഇടതുവശത്തേക്ക് ഒരു വരയുണ്ട്, അത് കോഫാണെന്ന്. പിന്നീട് വരുന്ന അക്ഷരം വാവ്,
വാവ് എന്ന് പറയുന്ന അക്ഷരവും ഒരിക്കലും ഇടതുവശത്തേക്ക് വരയ്ക്കുന്നില്ല. ഇടതുവശത്തെ അക്ഷരവുമായി മാത്രമാണത് ബന്ധിപ്പിച്ച് എഴുതുന്നത്. ആ എന്ന സ്വരത്തിന് ശേഷം വാവ് എന്ന അക്ഷരം വന്നപ്പോൾ അത് ഔ, കൗ, മോ. ഇതാണ് നമ്മൾ ഈസ്റ്റ് സിറിയക്കിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മൾ കൗമ എന്ന് പറയുന്ന കൗമോ. കൊം എന്ന വെർബിൽ നിന്നാണ് അത് വരുന്നത്, നിൽക്കുക. അതിൽ നിന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. ഒരു നിൽപ്പ്, സ്റ്റാൻഡിങ് എന്നാണ് ഈ വാക്കിൻ്റെ വാച്യാർത്ഥം, ലിറ്ററൽ മീനിങ്. നമുക്ക് പരിചിതമായ മറ്റൊരു വാക്കാണ് ആദ്യത്തെ അക്ഷരം കോഫ്, ദോലാദ്, യൂദ്, ഷീൻ. കാദീശോ, പരിശുദ്ധൻ, കാദീശോ. ഇതും നമുക്ക് സുപരിചിതമായ വാക്കാണ്. കാശീശോ, കാശീശോ. അച്ഛന്മാരെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കാശീശോ. ഈ വാക്കിൻ്റെ ലിറ്ററലായിട്ടുള്ള വാച്യാർത്ഥം മൂപ്പൻ എന്നാണ്, എൽഡർ. കഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കെയിം എൽഡർ, വൃദ്ധനായി എന്നാണ് ലിറ്ററലായിട്ടുള്ള മീനിങ്. പക്ഷെ അത് പുരോഹിതരെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദം കൂടിയാണ് കാശീശോ. ഇതും നമുക്ക് സുപരിചിതമായ വാക്കാണ്. ആദ്യത്തെ അക്ഷരം കോഫ്, രണ്ടാമത്തേത് വാവ്, റീസ്, ബേത്ത്, നൂൻ, ഓലാഫ്. കുർബോനോ. ഈസ്റ്റ് സിറിയക്കിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മൾ കുർബാന എന്ന് പറയും. പക്ഷേ വെസ്റ്റ് സിറിയക്കിൽ ശരിയായ ഉച്ചാരണം കുർബോനോ. കാറേബ്, ഓഫർ എന്നുള്ളതിൽ നിന്നാണ് കുർബോനോ, ഓഫറിങ്, സമർപ്പണം, ബലിയർപ്പണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊരു വലിയ വാക്കാണ്, നമുക്കത് പഠിച്ചു നോക്കാം. ആദ്യത്തെ അക്ഷരം കോഫ്, റീഷ്, വീണ്ടും കോഫ്, വീണ്ടും പേ, വീണ്ടും താവ്, ഓലഫ്. ഈ പേ എന്നുള്ള അക്ഷരം ഇവിടെ സോഫ്റ്റായി ഫ് എന്ന് ഉപയോഗിക്കുന്നു. കർകഫ്തോ. ഗോകുൽത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തലയോടിടം എന്നാണ്. അതിൻ്റെ സുറിയാനിയാണ് കർകഫ്തോ. നമ്മളുടെ ദുഃഖവെള്ളിയാഴ്ചയിലെ ഒരു പാട്ടിൽ, പഴയ ഒരു ടെക്സ്റ്റിൽ കർകഫ്തോ എന്ന് തന്നെയാണ് മലയാളത്തിലും ഉപയോഗിച്ചിരുന്നത്. തലയോട്ടി, ഗോകുൽത്ത എന്നുള്ള വാക്കാണ് കർകഫ്തോ. അപ്പോൾ നമ്മൾ കോഫിൽ തുടങ്ങുന്ന 5 അക്ഷരങ്ങൾ പഠിച്ചു. ഇനി റീഷ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 വാക്കുകൾ പഠിക്കാം. ആദ്യത്തെ അക്ഷരം റീഷ്, മുകളിലെ സ്വരം ആ, ബേത്ത്, ഓ. റാബോ, ഗ്രേറ്റ്, വലിയ, മഹാനായ എന്നുള്ളതിനൊക്കെ പറയുന്ന വാക്കാണ് റാബോ. മൽപോനോ റാബോ, ഗ്രേറ്റ് ടീച്ചർ, വലിയ അധ്യാപകൻ. സീരിയയുടെ ഡയറക്ടറായ ജേക്കബ് തെക്കേപ്പറമ്പിലച്ചന് കാതോലിക്ക ബാവ തിരുമേനി കൊടുത്ത ഒരു ബഹുമതിയുടെ പേര് ഇതായിരുന്നു, മൽപോനോ റാബോ, വലിയ അധ്യാപകൻ എന്നുള്ളത്. ഈ വാക്ക് റീഷ്, വാവ്, മീം, ഓലാഫ്. റൗമോ, ഉന്നതം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ളതിനൊക്കെ ഈ അവസാനം തെഷ്ബുഹത്തോ ലാലോഹോ ബം റൗമേ, റൗമോ, ഉന്നതം, എക്സോൾട്ടഡ് പ്ലേസ് അല്ലെങ്കിൽ എക്സോൾട്ടഡ് പൊസിഷൻ എന്നൊക്കെയാണ് റൗമോ, ഉന്നതമായ, ഉയർന്ന. ഇത് നമുക്ക് സുപരിചിതമായ വാക്കാണ്. റീഷ്, വാവ്, ഹേത്ത്. റൂഹോ, ആത്മാവ്, സ്പിരിറ്റ്. ഇതും ഒരുപക്ഷെ പരിചയമുണ്ടായിരിക്കാം. റീഷ്, മീം, ഷീൻ. റംഷോ, സന്ധ്യ, ഈവനിങ്.
ഈ വാക്കും ഒരുപക്ഷെ പരിചയമുണ്ടായിരിക്കാം. റീസ്, യൂദ്, ഷീൻ, ഓലാഫ്. റീഷോ തലവൻ അല്ലെങ്കിൽ തല, ഹെഡ്. മാർപ്പാപ്പ തിരുമേനിയെ നമ്മൾ വിളിക്കുന്നത് റീസ് പാത്രിയർക്കീസ് എന്നാണ്. പാത്രിയർക്കീസുമാരുടെ തലവൻ റീഷോ. ഇനിയും നമുക്ക് ഷീൻ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഏതാനും വാക്കുകൾ കാണാം. നമുക്ക് അറിയാവുന്ന വാക്കാണ് ഷീൻ, ലോമാത്, മീം. ശ്ലോമോ സമാധാനം, പീസ്, വെൽഫെയർ അല്ലെങ്കിൽ നല്ല അവസ്ഥ അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് ഒക്കെ പല അർത്ഥമുണ്ട്. സമാധാനം. ഇതും സമാധാനത്തിൻ്റെ വേറൊരു വാക്കാണ്. ഷൈനോ ഈ യുദ്ധത്തിന് ശേഷം ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുമ്പോൾ, സീസ് ഫയർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളതാണ്. പാക്സ് റൊമാന എന്ന് നമ്മളൊരു പക്ഷേ കേട്ടു കാണും. റോമൻ ട്രീറ്റി വഴിയായിട്ട് സമാധാനം ഉണ്ടായി എന്നുള്ളത്. അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഷൈനോ. നമ്മൾ മലയാളം കുർബാനയിൽ ഏവൻഗേലിയോൻ വായനയ്ക്ക് മുമ്പ് ശ്ലോമോ ലക്കുൽ കൂൻ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഏവൻഗേലിയോന് ശേഷം ഊ ഷൈനോ ലക്കുൽ കൂൻ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സ്ഥലത്ത് സമാധാനവും ഒരു സ്ഥലത്ത് ശാന്തിയും എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത വാക്ക് ഷീൻ, വാവ്, റീഷ്. ഷൂറോ കോട്ട, കോട്ടമതിൽ, സിറ്റി വോൾ, ബുൾവാർക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ഇതാണ് ഷൂറോ. ഇത് നമുക്ക് പരിചിതമായ വാക്കാണ്. ഷീൻ, വാവ്, ഷീൻ, പേ, ഓലാഫ്. ഷൂ ഷേ പോ, ഷൂ ഷേ പോ. ഈസ്റ്റ് സിറിയക്കിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മൾ ഷോഷാപ്പ എന്ന് പറയും. പക്ഷേ വെസ്റ്റ് സിറിയക്കിൽ അത് കൃത്യമായിട്ട് ഷൂ ഷേ പോ എന്നാണ്. ഇനിയും ഒരു വലിയ വാക്ക് ഷീൻ, വാവ്, താവ്, പേ, വാവ്, താവ്, ഓലാഫ്. ഷൗ തോ പൂ തോ അല്ലെങ്കിൽ ഷൗ തോ പൂ സോ. പൊതുവെ നമ്മൾ ഷൗ തോ പൂ സോ എന്നാണ് പറയുന്നത്. ഫെലോഷിപ്പ്, കമ്മ്യൂണിയൻ, കൂട്ടായ്മ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. ഷൗ തോ പൂ സോ. ഇനിയും താവ് എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ. തീത്തോ താവ്, ഓലാഫ്, താവ്, ഓലാഫ്. അത്തിവൃക്ഷം, ഫിഗ് ട്രീ. തീത്തോ. താവ്, വാവ്, റീഷ്, ഓലാഫ്. തൗറോ കാള, ബുൾ. അതിൻ്റെ സ്ത്രീലിംഗമാണ്, ഫെമിനിനാണ് അടുത്ത വാക്ക്. തുർത്തോ താവ്, വാവ്, റീഷ്, താവ്, ഓലഫ്. തുർത്തോ. അടുത്തത് ഒരു വലിയ വാക്കാണ്. താവ്, ഷീൻ, മീം, ഷീൻ, താവ്, ഓലാഫ്. തെഷ്മെഷ്തോ ശുശ്രൂഷ, തെഷ്മെഷ്തോ. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒത്തിരി തെഷ്മെഷ്തോകളുണ്ട്. ഉദാഹരണമായി
തിരുമേനിമാർ കാലം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് 8 തെശ്മെസ്തോ ആണ് ഉള്ളത്. 8 ശുശ്രൂഷകളാണ് ഉള്ളത്. സാധാരണ വൈദികരാണെങ്കിൽ 5 തെശ്മെസ്തോകളാണ് നടത്തുന്നത്. 5 ശുശ്രൂഷ. സാധാരണ അൽമായരുടേതാണെങ്കിൽ അതിന് 4 ശുശ്രൂഷകളാണുള്ളത്, തെശ്മെസ്തോ. ഇനിയും ഒരു വലിയ വാക്കാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ്. 3 എന്ന അക്ഷരവും വാക്ക് എന്നതുമായി ബന്ധപ്പെട്ടതാണ്. താവ് ലോമാദ്, താവ് യൂത്, വാവ് താവ് ഓലാഫ്. തിലീ തോ യൂസോ അല്ലെങ്കിൽ ത്ലീസോ യൂസോ അല്ലെങ്കിൽ ത്ലീത്തോ യൂത്തോ, അല്ലെങ്കിൽ പൊതുവെ ത്ലീസോ യൂസോ എന്നാണ്. ഈസ്റ്റ് സിറിയക്കിൻ്റെ സ്വാധീനം കൊണ്ട് നമ്മൾ താവ് കൂടുതലും സ് ആയിട്ടാണ് ഉച്ചരിക്കുന്നത്. ത് ലീത്തോ യൂസോ, ത്ലീസോ യൂസോ, തൃത്വം, ട്രിനിറ്റി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇതോടുകൂടി നമ്മൾ 22 അക്ഷരങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. ഇനിയും തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും തൗദി സാഗി. താങ്ക്സ് എ ലോട്ട്.